ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ ഫോർ യു. ഇന്ന് നമുക്കൊരു ട്രെയിലർ റിയാക്ട് ചെയ്യാം. നമ്മുടെ മമ്മൂക്കയുടെ പുതിയ പടം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവ് മേനോൻ, പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം മമ്മൂക്ക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസിലായിരുന്നു ഇപ്പൊ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഒരു സൈഡ് ഞാനൊട്ട്, മറ്റേ സൈഡിൽ മരട് സുനി, ഗുണ്ടാ ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I'm on the right track. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോൾ പാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. അപ്പോൾ അതാണ് ട്രെയിലർ. വളരെ സിമ്പിൾ സിനിമ. പോലീസുകാരനായിരുന്നു നമ്മളെ മമ്മൂക്ക. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങി. ഇങ്ങനെ നാട് നീളെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച്. അപ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് ഒരാൾ കേസ് അന്വേഷിക്കാൻ വരുന്നു. മിക്കവാറും ആ കേസ് കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും ആ പേഴ്സിൻ്റെ കേസ് വരുന്നതെന്ന് തോന്നുന്നത്. കാരണം ടൈറ്റിലിൽ പറഞ്ഞ ദ ലേഡീസ് പേഴ്സ്, ആ പേഴ്സിൻ്റെ പുറകെ പോയിട്ടാണ് 2 മാൻ മിസ്സിങ് കേസ് അങ്ങനെ പോകുന്നത്. ആ ഡാൻസറുടെ കേസ് മിക്കവാറും കണ്ടുപിടിക്കുമെന്നാണ് തോന്നുന്നത്. ആ ഫസ്റ്റ് അത് കണ്ടുപിടിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും മറ്റേ പേഴ്സിലേക്ക് പോകുന്നത്. ടപ്പന എല്ലാം സെറ്റായ സിനിമ സൂപ്പറായി കണ്ടിരിക്കുക, ലാഗില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്തായാലും മമ്മൂക്ക അടിപൊളിയായിട്ടുണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സൂപ്പർ സിനിമയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. പിന്നെ നമ്മളെ ഡയറക്ടറിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ്. പുള്ളി എന്തായാലും വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. മ്യൂസിക് അടിപൊളിയാണ്. മൊത്തത്തിൽ സിനിമ സൂപ്പറാണ്. ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ജനുവരി 23 സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ സൂപ്പറായിരിക്കട്ടെ. 2025 മമ്മൂക്ക ഹിറ്റടിക്കട്ടെ. ശരിയെന്നാൽ.